ആദ്യത്തെ ഡബ്ബിംഗ് എന്ന് പറഞ്ഞാൽ മിസ്റ്റർ ആൻഡ് മിസ്സിസ് റാഫി മക്കാട്ടിൻ്റെ അവരൊന്നിച്ച് ചേർന്ന ആദ്യത്തെ പടമാണ്. ഡയറക്ടർ സാജൻ, പഴയ സാജൻ്റെ പടം. അതിലാണ് ഞാൻ ഡബ് ചെയ്യാൻ വേണ്ടി പോണത്. അപ്പോൾ അതിനകത്ത് തന്നെ ഒരു കഥാപാത്രം, ഞാൻ ഒരു പ്യൂണായിട്ടായിരുന്നു ഒരു ഓഫീസിലാണ് ഡബ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. പക്ഷേ അതിനു മുമ്പ് ഞാൻ കാസർഗോഡ് കാതർബായി എന്ന സിനിമയിൽ ഒരു ബസ്സിൽ പാട്ട് പാടുന്ന സുന്ദരി സുന്ദരി നാക്ക് പുറത്തിട്ടിട്ട്, അപ്പോൾ അത് ഡബ് ചെയ്യാൻ അതാണ് ശരിക്കും ഫസ്റ്റ് ഡബ്ബിങ് എൻ്റെ. അപ്പോൾ അതിങ്ങനെ സിനിമ ഷൂട്ടിംഗ് തുടങ്ങി, ഷൂട്ടിംഗ് തീർന്നു, നമ്മളിത് കഴിഞ്ഞ് പോകുന്നു. ഇതിൻ്റെ ഡബ്ബിങ്ങിന് ആരെ സമീപിക്കണം, ആരാണ് ഇതിൻ്റെ ആൾക്കാരെന്നൊന്നും എനിക്കറിയില്ല. അങ്ങനെ ഇരിക്കുക ഒരു ദിവസം ഞാൻ ഇങ്ങനെ അറിഞ്ഞു ഡബ്ബിങ് തുടങ്ങി മദ്രാസിലാണെന്ന്, എല്ലാം കൂടുതൽ ചെന്നൈയിലാണ് ഡബ്ബിങ്. എനിക്കാണെങ്കിൽ ഡബ്ബ് ചെയ്യണം, ഡബ്ബ് ചെയ്തിട്ടില്ല, പക്ഷേ ഡബ്ബ് ചെയ്യണം, ഇത് ഞാൻ തന്നെ ചെയ്യണം. അപ്പോൾ വളരെ അടുത്ത സുഹൃത്തുക്കളാണ് നീ തന്നെ ചെയ്യണത്. അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് ഞാൻ ചെയ്യണം. അങ്ങനെ ഞാൻ നേരെ എന്നിട്ട് പ്രൊഡക്ഷൻ മാനേജറോട് ഞാൻ പറഞ്ഞു, ഞാൻ ആരാണെന്ന് ഓർക്കുന്നില്ലേ, ഞാൻ പറയുന്നത് ഇങ്ങനെ ഡബ്ബിങ് ഞാൻ ചെയ്യാം. ഡബ്ബിങ്ങൊക്കെ അതൊക്കെ ചെന്നൈയിൽ അവിടെ നിന്ന് പോകാൻ പറ്റുന്നില്ല, അതൊക്കെ പഠനമൊക്കെ നോക്കട്ടെ പറയാം എന്നൊക്കെ പറഞ്ഞു. ചേട്ടാ ഞാൻ ടിക്കറ്റൊക്കെ ഞാൻ എടുത്തോളാം, എന്നെക്കൊണ്ട് ഡബ്ബ് ചെയ്യിക്കണം, ഞാൻ ഡബ്ബ് ചെയ്യാം പ്ലീസ് എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ അറിഞ്ഞു ഈ ഞാൻ ചെയ്തിരിക്കുന്ന ഈ ഒരു ക്യാരക്ടർ ഇതുണ്ടല്ലോ ഇങ്ങനെ സുന്ദരി, അത് ഞാൻ തനിയിട്ടൊരു നമ്പറാണ്. അപ്പോൾ അതെന്തായാലും വേറെ ആൾക്ക് ഡബ്ബ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഉറപ്പുണ്ട്. പക്ഷേ ഇവരെന്നിട്ടും എൻ്റെ അടുക്കനോട് പറഞ്ഞു നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ്. പക്ഷേ പിന്നെ ഒരു ദിവസം എനിക്ക് ട്രെയിനിൽ കയറി ഞാനും മാളച്ചേട്ടനും കൂടി പോകണം. ആദ്യമായിട്ട് മാളച്ചേട്ടൻ AC-ലൊക്കെ ഇരുന്നു, ഞാൻ ഇപ്പുറത്ത് എല്ലാം പോയി ഡബ്ബ് ചെയ്തു. പക്ഷേ അത് ആ ഡബ്ബിങ്ങിൻ്റെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഈ പാട്ട് സുന്ദരി സുന്ദരി അത് പല ആംഗിളിലെടുത്തിട്ട് ഈ എൻ്റെ ഫേസ് കൂടാതെ പലരുടെയും റിയാക്ഷൻ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ റിയാക്ഷൻ കട്ട് ചെയ്യുമ്പോൾ അവിടെ എല്ലാം ഈ പാട്ട് കേട്ടിട്ട് കട്ട് ചെയ്ത് വീണ്ടും ഫേസ് വരുമ്പോൾ കറക്റ്റ് അതിൽ ലിപ്പിൽ പിടിക്കണം. ഇത്തിരി പണിയായിരുന്നു, പക്ഷേ ഫസ്റ്റ് ഡേക്കിൽ ഞാൻ ഓക്കെ ആക്കിയത്. അതിൽ ഭയങ്കര ഓർക്കുമ്പോൾ എനിക്കിപ്പോഴും ഡബ്ബ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റാണ്. ഇപ്പോൾ പലപ്പോഴും ഒരു സാധനം ഡബ്ബ് ചെയ്യാൻ വീണ്ടും ചോദിക്കാം, ഒന്നുകൂടെ ശരിയായിക്കോട്ടെ, ഒന്നുകൂടെ ചെയ്തോട്ടെ. എനിക്കൊരു ഭയങ്കര താല്പര്യം ഡബ്ബ് ചെയ്യാൻ വേണ്ടിയിട്ട്. ജയറാം ശരിക്കും പറഞ്ഞാൽ എനിക്ക് കലാഭവനിൽ ഞാൻ കലാഭവൻ വന്നതിന് ശേഷമാണ് ജയറാം വരുന്നത്. അപ്പോൾ ശരിക്കും കലാഭവനിൽ നിന്നുകൊണ്ട് തന്നെ ഞാനും ജയറാമും കൂടി പുറത്ത് ഒരുപാട് പരിപാടിക്ക് പോയിട്ടുണ്ട്. ഞങ്ങളുടെ മിമിക്രിക്കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ കലാഭവൻ അറിയാതെ പോകുന്ന ഇത്തരം പരിപാടിക്ക് മാട്ടാന്ന് പറയും. അപ്പോൾ ചിലപ്പോൾ കലാഭവനിൽ വെച്ച് തന്നെ ഇരിക്കും നമ്മൾ തമ്മിൽ സംസാരിക്കുക, ജയറാം തിങ്കളാഴ്ച മൂവാറ്റുപുഴ മാട്ടയുണ്ട് പെരുമ്പാവൂർ ഉണ്ടോ മാട്ടാണോ. അപ്പോൾ അത് അങ്ങനെ ഒരുപാട് പ്രോഗ്രാമിന് അങ്ങനെ പോയിട്ടുണ്ട്. പിന്നെ അതിനുശേഷം ജയറാം പത്മരാജൻ സാറിൻ്റെ പടത്തിലൂടെ ജയറാം കയറി നമ്മളാ വളർച്ച ഇങ്ങനെ നോക്കി നിൽക്കുന്നത്. കാരണം ഇവിടെ എത്ര നല്ലൊരു ഡയറക്ടറെ ഇതിലെ കിട്ടിയത് ഓപ്പണിങ് തന്നെ നല്ല ബന്ധം, ഇന്നും നല്ല ബന്ധത്തിൽ തന്നെയാണ്. പിന്നെ എപ്പോഴും കാണാറില്ലെന്നുള്ളൂ, കാരണം ഷൂട്ടിങ് അവർ ഒരേ ഷൂട്ടിങ് ഞാൻ വേറെ സ്ഥലത്ത്. അങ്ങനെ ലാലേട്ടൻ്റെ ഒപ്പം തന്നെ നമ്മുടെ അത്രയും ഒരു ഞാൻ ചെയ്തിരിക്കുന്ന ഇവിടെ ഒന്ന് അൻവർ റഷീദിൻ്റെ മണിമുള്ള രാജു പ്രൊഡ്യൂസ് ചെയ്ത രാജുവേട്ടൻ്റെ ചോട്ടാ മുംബൈയിൽ ഞാൻ ഒരു കല്യാണ ബ്രോക്കറായിട്ട് ലാലേട്ടൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ വരും ഒരു നാൾ, അതും രാജുവേട്ടൻ്റെ പടം തന്നെ, അതിനകത്തും ഇതുണ്ടായിരുന്നു. പക്ഷേ വളരെ നമുക്കിങ്ങനെ എന്താ പറയുക, നമ്മളിങ്ങനെ നോക്കി നിന്ന് പോകുന്നൊരു ആക്ടിങ്ങാണ്. നമുക്കൊരു യാതൊരു ടെൻഷനും ഒന്നും ഇല്ലാത്തൊരു വലിയ മലയാള സിനിമയിൽ നിന്നല്ല ഇന്ത്യൻ സിനിമയിൽ തന്നെ ഉള്ള രണ്ട് നടന്മാരാണ് മമ്മൂക്കയും ലാലേട്ടനും. അത് രണ്ട് തലങ്ങളാണ്. നമുക്കത് അവരുടെ ചെയ്തു വെച്ചിരുന്ന വേഷങ്ങളൊക്കെ നമുക്ക് വരും തലമുറയ്ക്ക് ഒരുപാട് പാഠങ്ങളുണ്ട്. ഒരു മദ്യപാനിയായിട്ടായിരുന്നു, വളരെ സഹകരണമായിരുന്നു, വളരെ ഏറ്റവും സഹകരിക്കുകയും അതുപോലെ. പിന്നെ നമ്മളുടെ ഉള്ളിലെന്ന് പറഞ്ഞാൽ ഇപ്പം മമ്മൂക്ക ലാലേട്ടൻ എന്നൊക്കെ പറയുമ്പോൾ അവരുടെ മലയാള സിനിമയിലെ ഏറ്റവും ഒരുപാട് കഥാപാത്രങ്ങൾ, വിഭിന്നമായ കഥാപാത്രങ്ങൾ നാഷണൽ ഇൻ്റർനാഷണൽ ലെവലും ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അവരുടെ കൂടെ അഭിനയിക്കുമ്പോൾ നമുക്ക് വളരെ സന്തോഷമുണ്ട്. എനിക്ക് തോന്നിയത് വളരെ സന്തോഷമാണ്. മമ്മൂക്കയായാലും ഓരോ സീൻ നമുക്ക് ഓരോന്ന് പറഞ്ഞു തരികയും അതൊക്കെ ചെയ്യും. വളരെ അതിനുശേഷം ഒരുപാട് പേര് അണ്ണൻ തമ്പി, നമ്മുടെ എന്താണ് ചട്ടമ്പി നാട്, ഈ മേനകയിലാണ്. ഇപ്പോൾ മേനക തിയേറ്റർ പൂട്ടി, പെൻറ്റാ മേനകയാണ് ഇപ്പോൾ. അവിടെ ഞാൻ ഇതുപോലെ ഫസ്റ്റ് ഷോയ്ക്ക് പടത്തിന് പോയത്. നമ്മളുണ്ടാവും, നമ്മളുടെ അതിനകത്ത് എന്തായിരിക്കും അതിൻ്റെ എഫക്റ്റൊന്നും എനിക്കറിയില്ല. ഞാൻ ഒറ്റയ്ക്ക് ടിക്കറ്റൊക്കെ എടുത്തു, പൈസ കൊടുത്ത് ടിക്കറ്റ് എടുത്ത് പടത്തിന് കയറി. ഈ പടം അങ്ങോട്ട് കഴിഞ്ഞ് ഞാൻ ഇറങ്ങിയപ്പോൾ ഒരു കൂട്ടം ചെറുപ്പക്കാർ ഈ പാട്ട് പാടിയിട്ടിങ്ങനെ സുന്ദരി സുന്ദരി ഒന്ന് പറഞ്ഞിങ്ങനെ രസമാണ്. അപ്പോൾ ഇവിടെ എല്ലാവരും ഇങ്ങനെ പലരും വന്നപ്പോൾ കുറച്ചുകൂടി നമ്മുടെ കുറേ പഴക്കമുണ്ട പടം, പലരും വന്ന് കൈ തന്നു,
ശരിക്കും നമ്മളിങ്ങനെ നിന്ന് തരിച്ചു പോയി. അപ്പോൾ എന്നെ അറിഞ്ഞ് പിന്നെ ബസ്സിലേക്ക് കയറുമ്പോൾ ബസ്സിലിരുന്ന പലരും എന്നോട് പടത്തിലുണ്ടല്ലേ, കൊള്ളാം എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ മറക്കാൻ പറ്റില്ല, വലിയ സന്തോഷം ഉണ്ടാക്കിയ കാര്യമാണ്. പ്രിയപ്പെട്ട എൻ്റെ അമൃത TV പ്രേക്ഷകർക്ക് എൻ്റെ എല്ലാ ആശംസകളും ഞാൻ നേരുകയാണ്. തുടർന്നും എളിയ കലാകാരന് നിങ്ങൾ ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്ന പ്രോത്സാഹനങ്ങൾ തുടർന്ന് നൽകണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. നന്ദി, നമസ്കാരം.